السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين وخالد الله أما بعد. ബഹുമാനാദരനായ വിധികർത്താക്കൾ, ഉസ്താദുമാർ, മറ്റു സ്നേഹനിർണ്ണ മോഹിനികളാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ ലഭിച്ചതിന്റെ വേദിയിൽ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ നാമത്തിൽ ഇതുപോലെ നമ്മേവരെയും ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ സൗന്ദര്യ ആസ്പദമാക്കി അല്പം സംസാരിക്കുക എന്നതാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നോക്കിക്കളുടെ പ്രപഞ്ചനാഥമായ എന്റെ റബ്ബിനെ ഞാൻ ആദ്യമായി വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, എന്താണ് സത്യം പറയുക? നാം പറയാം സത്യവിശ്വാസി സത്യത്തിന്റെ മത എന്താണ് സത്യം എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ കൈക്കൊള്ളാണെങ്കിൽ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ സത്യത്തെ മനസ്സുകൊണ്ട് മറ്റു കളങ്കമായ പ്രവർത്തനങ്ങളിൽ കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യത്തിന്റെ വാരി അറിയിക്കുക എന്നതാണ്. ജീവിതത്തിൽ നോക്കുക. കാരണം മറ്റൊന്നും പറഞ്ഞില്ല. അവിടുന്ന് പൊലിശികൾ പോലും അവിടുന്ന് വിളിച്ചിട്ടുണ്ട്. അഥവാ വിശുദ്ധൻ എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത്. അതാണ് സത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്നുള്ളത്. അതുകൊണ്ടാണ് സഹായത്തും മറ്റു താല്പര്യങ്ങളെല്ലാം വിശ്വസിച്ചത്. കാരണം സത്യം പറയാത്ത ആളെ നാം എങ്ങനെയാണ് വിശ്വസിക്കുക? ഒരെപ്പോഴും കളവ് പറയുന്നതിനാൽ സത്യം പറഞ്ഞാൽ സത്യമാണോ കളവാണോ എന്ന് നാം എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടാണ് എപ്പോഴും സത്യം മാത്രമേ പറയാവൂ പഠിച്ചത്. ഇങ്ങനെയാണ് വിശ്വാസത്തിലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ എവിടെയാണ് സത്യത്തിന്റെ നമുക്കറിയാം. മഹാനായ ചെറുപ്രായത്തില് അവിടുന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തില് അവിടുത്തെ മഹാനായുടെ മാതാവ് അവിടെ വെച്ചിട്ടുകൊണ്ട് അവിടുന്ന് മസീദ് കൊണ്ട് പറഞ്ഞുകൊണ്ടുണ്ടായി. എന്റെ മോനെ സത്യം മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്ന സന്ദർഭമുണ്ടായി. അന്ന് അങ്ങനെ പോകുന്ന സന്ദർഭത്തില് മഹാനായ അവിടുന്ന് വള്ളത്തക്കത്തെ കാണാനിടയാവുകയും ഒരു വള്ളക്കാരൻ ആ കൊച്ചുപാലന്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ അടുക്കൽ വല്ലതുണ്ടോ? അവിടുന്ന് പറഞ്ഞു, എന്റെ അടുക്കൽ 40 ദിനാറുണ്ട്. അവിടുന്ന് പരിശോധിച്ച് നോക്കി, കിട്ടിയില്ല. കാരണം ഒരു ഉള്ളില് രഹസ്യമായ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മഹാനഗരങ്ങളോട് എടുത്തുകൊണ്ട് അങ്ങനെ വളരെ ആശ്വസത്തോടെ തലവിന്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോയി ഈ മഹാനഗരങ്ങള്. അങ്ങനെ തല ചോദിച്ചു, എന്താണ് കുട്ടിയാണ് ഈ സത്യം പറഞ്ഞുകൊണ്ടതിന്റെ സമ്പത്ത് നശിപ്പിച്ചത്? ബാക്കിയുള്ള എല്ലാ ആളുകളും നുണ പറഞ്ഞുകൊണ്ട് അവരുടെ സമ്പത്തിന് ചെയ്യുമ്പോ നീ എന്താ സത്യം പറഞ്ഞുകൊണ്ട് ഇതിനെ അങ്ങോട്ട് തരുന്നത് ചോദിച്ചപ്പോൾ മഹാനഗരങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട് സത്യം മാത്രമേ പറയാവൂ എന്നുള്ളത്. അതാണ് സത്യത്തിന്റെ മഹത്വം. കാരണം നമ്മൾ സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ആരും വിശ്വസിക്കുകയില്ല. അടയാളമായി പറഞ്ഞത് അവനെ സത്യപിതാവാണ്. അവര് സത്യം പറയുകയില്ല. അവർ മാത്രമാണ് നമ്മെ പറ്റുകയുള്ളത്. ചോദ്യങ്ങൾ നമ്മൾ കൊടുത്തുമാറട്ടെ. സത്യം പറയുന്നവർക്ക് നമ്മൾ ചെയ്യുന്നത് എന്നായിരിക്കും. എന്നാൽ കഥ പറയുന്നവർക്ക് കഥാർത്ഥമായിരിക്കും. അപ്പോൾ നാം ചിന്തിക്കണം, നാളെ ആശ്രത്തിലെ കഥാമുണ്ട് നമ്മെ എങ്ങനെ വിളിക്കണം? ചിന്തിക്കുന്ന നാളെ കഥാരെന്നാണ് വിളിക്കേണ്ടത് എന്ന് നാം ചിന്തിക്കുക. കാരണം ഈ ദുനിയാവുന്നത് പെർമനന്റ് അല്ല. ഈ ദുനിയാവുന്നത് ശാശ്വതമല്ല. ഈ ദുനിയാവുന്നത് അല്പനേരം മാത്രമാണ്. ഈ അല്പ സമയത്തിൽ നമ്മുടെ ഈ ജീവിതം പായാക്കുകയാണെങ്കിൽ ജീവിതം വരാനുണ്ട് എന്ന ഓർമ്മയില്ലാതെ നാം ജീവിതം പായാക്കുകയാണെങ്കിൽ നാളെ അവസരത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ ചോദിച്ചു, ഞാൻ കണ്ടുപിടിക്കുന്ന ഞാൻ വ്യഭിചാരം ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ സത്യം പറയുക. വീണ്ടും ചോദിച്ചു, വീണ്ടും പറഞ്ഞു. അങ്ങനെ പിന്നെ അദ്ദേഹം സത്യം മാത്രം പറഞ്ഞ മതിയില്ലാതെ കിട്ടിയപ്പോഴത്തേക്കാക്കുമ്പോൾ കാണും. അങ്ങനെ മഹാനായ തങ്ങളുടെ ആ നജീവത് കൊണ്ട് അദ്ദേഹം നന്നാവുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാന്മാരിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എന്റെ ഭാഷണത്തിൽ സംസാരിക്കുന്നു.
Next for letter E on this page. Judges, please note. For letter E on this page.